ഹിസ്റ്ററിയുടെ ഒരു ചോദ്യത്തിന് മുഗൾ സാമ്രാജ്യത്തിന്റെ അധപതനത്തെ പറ്റി എഴുതാൻ പറഞ്ഞപ്പം പൊന്നുമോൾ എഴുതി വെച്ചിരിക്കുന്ന എന്നാന്ന് കേൾക്കണോ? സർ വേണോ? വായിച്ചു വെച്ചതിന് മുഗൾ സാമ്രാജ്യം കുറേ കാലം നല്ല പീക്ക് എനർജിയിലായിരുന്നു. പക്ഷെ ഔറംഗസീബ് പടിയായതിനു ശേഷം ആകെ സീൻ മാറി. സാമ്രാജ്യം പതുക്കെ ടോപ്പാവാൻ തുടങ്ങി. മമ്മ ഇനി പോയിന്റ്സ് ആണ്. വീക്കിങ്സ്. ഔറംഗസീബിന് ശേഷം വന്ന രാജാക്കന്മാർക്ക് അത്ര ഓറയില്ലായിരുന്നു. അവർ വെറും മിഡ് ആയിരുന്നു. രാജ്യത്തെ കൺട്രോൾ ചെയ്യാൻ പോലും അവർക്ക് പറ്റിയില്ല. സിവിൽ വാർ വൈബ്സ്. അടുത്ത രാജാവാകാൻ വേണ്ടി എല്ലാവരും തമ്മിൽ അടിയായിരുന്നു. അതുകൊണ്ട് തന്നെ മൊത്തം സിസ്റ്റം ഗ്ലിച്ചായി. ഇൻവെൻഷൻ അലേർട്ട്. ഈ സമയം നാദിർ ഷായെ പോലെയുള്ളവർ തെറ്റി നിൽക്ക്, ദിലീപ് ആയിരിക്കും. ഇന്ത്യ നല്ലപോലെ ലൂട്ട് ചെയ്തു. പീകോക്ക് ത്രോണും കൊഹിനൂർ ഡയമണ്ട് ഒക്കെ അവർ തൂക്കി. ദ റൈസ് ഓഫ് ബ്രിട്ടീഷ്. ഇതൊന്നും പോരായത് ഈ സമയത്ത് ഈസ്റ്റ് ഇന്ത്യ കമ്പനി മെല്ലെ കയറി വരുന്നത്. മുഗൾമാർ പതുക്കെ ഇന്ത്യയുടെ അഡ്മിൻ പാനലിൽ നിന്നും പുറത്തായി. ബ്രിട്ടീഷുകാർ ഇന്ത്യയെ ഹൈജാക്ക് ചെയ്യുന്ന സ്റ്റാർട്ടിംഗ് ആയിരുന്നു അത്. ചുരുക്കി പറഞ്ഞാൽ ഒരു വലിയ സാമ്രാജ്യം പതുക്കെ ക്രിഞ്ചായി തീരുകയും പുറത്തു വന്നവർ പവർ എടുക്കുകയും ചെയ്ത ഒരു ടൈമായിരുന്നു അത്. മോളിങ് അടുത്ത് വന്ന് മോള് സുഭാഷൻ തമ്മി സർ ബെസ്റ്റാണ് സർ. വെറുതെ അല്ല ഒരേ ഭാഷ. മറന്നേ